നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഞാൻ ഇവനെ അകത്തേക്ക് കേറ്റുന്നില്ല. അതെന്താ? ഇവൻ ആരായിട്ടാ എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരുന്നേ? ഈ പറയുന്നത് ശരിയല്ല. ഞാൻ പക്ഷം പിടിക്കാന്ന് വിചാരിക്കരുത്. ശരത്തിന് ഇവിടെ താമസിക്കാമെങ്കിൽ സിദ്ധുവിനും ആവാം. ശരത്തിന് വേറെ ഭാര്യയില്ല. തർക്കം വേണ്ട പാർവതി. അകത്തേക്ക് വിളിച്ചിരുത്ത്. അതിഥികളോട് മോശമായി പെരുമാറാൻ പാടില്ല. പ്രഭാവതി ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. എനിക്കതിനുള്ള അവകാശമുണ്ട്. പാർവതി ഒരു കാര്യം മനസ്സിലാക്കണം. എന്റെ മോനെ സഹിക്കേണ്ട ഗതികേട് പാർവതിക്കുണ്ടായിരിക്കും. പക്ഷേ ഈ നിൽക്കുന്ന ദേവികയ്ക്കില്ല. എന്നിട്ടും ശരത്തിനെ ഇവളിവിടെ താമസിപ്പിക്കുന്നില്ലേ? അത് വലിയൊരു മനസ്സുള്ളതുകൊണ്ടാ. ആ മനസ്സ് നമ്മളും കാണണം. വക്കീല് കേറിക്കോ. ആരും ഒന്നും പറയില്ല. എന്താമേ, ഞാൻ അച്ഛനെ കണ്ടോട്ടെ? ഞാനല്ലേ വക്കീലെ പറഞ്ഞത്. പാർവതിക്കും എന്റെ തന്നെ അഭിപ്രായം അല്ലേ പാർവതി? ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ മോളെ. നിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞാൻ ഇങ്ങനെ പെരുമാറിയത്. പാർവതി ചെയ്യുന്നത് ശരിയല്ലാന്ന് എനിക്ക് തോന്നി. എനിക്കാരുടെ സഹായമൊന്നും വേണ്ട സിദ്ധുവിനോട് കയറ്റാൻ. അതെനിക്കറിയാലോ. ഇത് മോളുടെ വീടല്ലേ. എന്നിട്ടും എന്തുകൊണ്ടാ മോളത് ബലമായി ചെയ്യാതിരുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ നിലവിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം മോളെ. എന്താന്നറിയില്ല, ഈ ഇടയായിട്ട് ചിലപ്പോഴൊക്കെ ന്യായം മാത്രമേ എന്റെ നാവീന്ന് വരൂ. എനിക്കറിയാലോ. ഇവർക്ക് ഇങ്ങനൊരു മുഖമുണ്ടോ? പല മുഖങ്ങളുണ്ട്. പക്ഷെ ഇതിൽ ഏതാണ് ശരിക്കുള്ള മുഖം എന്ന് മാത്രമേ സംശയമുള്ളൂ. ആ സിദ്ധു ഒന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലേ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ. അച്ഛാ, സുഖാണോ? ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ? വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. എവിടെ ശരിയാവാൻ? ഇത് എങ്ങനെ കടന്നു തീരും? അങ്ങനൊരു ആഗ്രഹം നിനക്ക് കാണുമായിരിക്കും. അത് നടക്കാൻ പോകുന്നില്ല. മോനെ സിദ്ധു, നാട് വിറപ്പിച്ച് നടന്ന ആളാ ഈ കിടക്കുന്നത്. അടി തെറ്റിയാല് ഏതാനേയും വീഴും. മനോഹരനും വീഴും, നീയും വീഴും. അത് അടി തെറ്റിയാലല്ലേ? തെറ്റിയില്ലെങ്കിലോ? നിനക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയൊന്നും പോരാ അല്ലേ? അയ്യോ, അതിനുള്ളത് തിരിച്ചു തരുന്നുണ്ട്. ഒന്ന് ഞാൻ റെഡി ആയിക്കോട്ടെ. എന്റെ തിരിച്ചടിയേ മാരകമായിരിക്കും. അത് താങ്ങാനുള്ള കരുത്തുണ്ടായാൽ മതി. എടാ, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന നീ പറയുന്നേ? നീ ഒന്ന് അനങ്ങിയ നിന്റെ ജാമ്യം റദ്ദാവും. കത്രിക പൂട്ടിട്ട് പൂട്ടിയിരിക്കാൻ നിന്നെ ഞാൻ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് പറ്റില്ല. ഇതിലും വലിയ പൂട്ട് പലരും പല കാലത്ത് വിട്ടിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഇതുവരെ ഞാൻ കളിച്ചത് കുട്ടികളായിട്ട് കളിക്കുന്ന ഒരു തരം കളിയായിരുന്നു. ഇനി അതങ്ങ് മാറും. മേലെ എന്താ ശരത്ത് ക്ഷമിക്കില്ല. ദേ കിടക്കുന്ന കണ്ടില്ലേ? എന്നെ കൊടുക്കാൻ ഇറങ്ങി തിരിച്ച ആളാ. എനിക്കാരോടും ഒരു സെന്റിമെന്റ്സും ഇല്ല. തല്ലേണ്ടവനെ ഞാൻ കൊന്നേച്ചു വരും. അതാ എന്റെ പോളിസി. നിനക്ക് പറ്റാവുന്നതൊക്കെ നീ അങ്ങ് ചെയ്യ്. നമുക്ക് നോക്കാലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. നോക്കാനൊന്നുമില്ല. എന്റെ പ്രതികരണം കഴിയുമ്പോൾ അത് കാണാൻ നീ ഉണ്ടാവില്ല. ഓ, കൊല്ലുന്നാണോ നീ പറയുന്നേ? നിനക്ക് എങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം.
എന്നെ ശല്യം ചെയ്യാൻ നീ ബാക്കിയുണ്ടാവില്ല. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. ആയിക്കോട്ടെ, ഞാൻ വരവ് വച്ചിരിക്കുന്നു. നീ സമയ സ്ഥലമൊക്കെ അറിയിച്ചാൽ മതി, ഞാൻ വന്നേക്കാം. ഓവർ കോൺഫിഡൻസ് അത് ഞാൻ മാറ്റിത്തരാം. കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യും. അച്ഛൻ ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട. അവൻ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരത്തിന്റെ ഭീഷണിയെ അത്ര നിസ്സാരമായിട്ടൊന്നും കാണണ്ട. അവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അവൻ വിചാരിച്ചാലും പലതും ചെയ്യാൻ പറ്റുന്ന മാർക്കരുത്. അതെനിക്കറിയാം. അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ശ്രദ്ധിക്കാനുള്ളത് ഞാൻ ശ്രദ്ധിക്കും. അച്ഛനിങ്ങനെ കിടക്കുന്ന ആ പ്രശ്നം. അച്ഛൻ്റെ അസുഖം മാറിയിരുന്നെങ്കിൽ അവനെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളിയേനെ. എല്ലാം ശരിയാവും. ഒരു 3-4 ദിവസം കൂടി ക്ഷമിച്ചാൽ മതി. എന്റെ സങ്കടങ്ങളൊക്കെ പറയാൻ സിദ്ധുള്ളതാ ഏക ആശ്വാസം. അല്ലെങ്കിൽ എന്നെ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ അടക്കേണ്ടി വന്നേനെ. അത്രയ്ക്ക് പ്രഷറുണ്ട്. എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി എന്താണെന്നറിയോ? ശരത്ത. അവൻ അവന്റെ ദേഷ്യം മുഴുവനും അച്ഛൻ്റെ നേരെ തീർക്കുമെന്നുള്ളതാ എന്റെ സംശയം. പാവാച്ചൻ ഒന്ന് കരയാൻ പോലും പറ്റില്ല. ദേവിക ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ശരത്തിന് ഇവിടെ വെച്ച് അച്ഛനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവരും ഉള്ളപ്പോ തന്നെയാ അവൻ അച്ഛനെ ഈ പരുവത്തിലാക്കിയത്. ആളുകളൊന്നും അവനൊരു പ്രശ്നമല്ല സിദ്ധു. ഞാൻ വാങ്ങിയ തുണി കത്തിച്ചത് അവൻ ഇവിടെ വെച്ചല്ലേ. അവൻ എന്തും സാധിക്കും. താൻ സൂക്ഷിക്കണം. അവന് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് തന്നോടാ. ഓ, എന്നെ അവൻ എന്ത് ചെയ്യാനാ? ഞാൻ സൂക്ഷിച്ചു തന്നെയാ നടക്കുന്നത്. പിന്നെ എന്നെ ഉപദ്രവിക്കാൻ വന്നോ അവനെ പിന്നെ ഞാൻ കൊന്നുകളയും. സത്യത്തില് ഇപ്പോഴും അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. അവൻ ആരെങ്കിലും വക വരുത്തുന്നതിന് മുമ്പേ അവനെ വക വരുത്തണം. എന്തായാലും കരുതിയിരിക്കണം സിദ്ധു, അല്ലെങ്കിൽ നമ്മൾ പെടും. ആ, പിന്നെ ഞാൻ ആയുർവേദ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഫാസ്റ്റ് ആക്കാം. നമുക്ക് അച്ഛനെ അങ്ങോട്ട് മാറ്റാം. പിന്നെ അച്ഛൻ്റെ കാര്യത്തിൽ ടെൻഷനില്ലല്ലോ. നല്ല റിസൾട്ടുള്ള ഹോസ്പിറ്റലാ. അവിടുന്ന് അച്ഛൻ തിരിച്ചു വരുന്നത് അസുഖം ഭേദമായിട്ടായിരിക്കും. ഈശ്വര, അങ്ങനെ സംഭവിച്ചാൽ മതിയായിരുന്നു. സംഭവിക്കും. സമാധാനമായിട്ടിരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി.